തെറ്റ് നമ്മുടെ ഭാഗത്തുണ്ട്. പരസ്പരം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ കൂടുതലൊന്നും നമ്മൾ അന്വേഷിച്ചില്ല. ആവശ്യത്തിലേറെ സ്നേഹവും സ്വാതന്ത്ര്യവും കൊടുത്താ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. പക്ഷെ സൂത്രത്തിലൊരുത്തം വന്ന് എളുപ്പം വിട്ടിയാക്കുക എന്ന് വെച്ചാ എങ്ങനെയാ ഭാനു സഹിക്കുക? അരുതാത്താണ് ചെയ്തത്, ഓർക്കണം. കള്ളവും കുതന്ത്രവും ഒന്നും ഈ അച്ഛനും അമ്മയ്ക്കും വശമില്ല. എന്തിനാ ഞങ്ങളെ പറ്റിച്ചത്? സ്നേഹം എന്താന്ന് ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല. അത് നേടാനായിരുന്നു എല്ലാം. കിട്ടി, ആശിച്ചല്ലോ. അത് കൈവിട്ടു പോകാതിരിക്കാനുള്ള കസർത്തായിരുന്നു. ക്ഷമിക്കാനാവാത്ത തെറ്റാ ചെയ്തത്. മാപ്പ്, എന്നെ ശപിക്കരുത്. എന്താ ഇത്? എഴുന്നേക്ക്. അത്യാഗ്രഹമൊന്നും ഈ അച്ഛനില്ല. 4 പെമ്മക്കളെ തന്നപ്പോ ദൈവത്തോട് ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ, ആരോഗ്യവും ബുദ്ധിയുമുള്ള മക്കളാവണമെന്ന്. അവര് വളർന്നപ്പോഴുള്ള പ്രാർത്ഥന നല്ലവരായ ഭർത്താക്കന്മാരെ കൊടുക്കണമെന്നായിരുന്നു. എനിക്ക് വിശ്വാസമുണ്ട്, പ്രാർത്ഥിച്ച ദൈവങ്ങൾ എന്നെ ചതിക്കില്ല. മനസ്സിൽ കാരുണ്യമുള്ളവർക്ക് കരയാൻ പറ്റൂ, കരയരുത്. എന്താ കൊച്ചുകുട്ടികളെ പോലെ? എന്തൊരു ചൂടാ എന്റെ അമ്മേ. തന്നെ ഇന്ന് കാക്കിയോടെ പിടികൂടി തറവാട്ടിലെത്തിച്ചിട്ടേ കാര്യമുള്ളൂ. ആശാനെ, ആ 14-ാം വാർഡിലെ ലൈലയ്ക്ക് ആശാനോട് ഒരു പുതിയ ലൈനുള്ള പോലെ എനിക്കൊരു സംശയമുണ്ട്. ഓടാ. അതേന്നെ, അവളുടെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോ എനിക്ക് ബലമായ സംശയമുണ്ട്. ഓടാ എന്റെ പാട്ടി. ആശാനെ, നീ പോടെ. ആശാനെ, ഓടാ. കുരിശി എന്റെ മൂ. മുനിസിപ്പാലിറ്റി ഓഫീസറെ, ചുമ്മാ നിക്കണോന്റെ മെക്കെട്ട് കയറണടാ. സോറി, ഇപ്പൊ തിരിച്ചല്ല നേരമില്ല, സ്വല്പം കൃതിയിലാണ്. വരട്ടെ, ഉടൻ പ്രതീക്ഷിക്കും. എന്താണോ സിബ് ഉടക്കി? വേണ്ട, ഇരുന്ന് കഴിച്ചോളൂ. എവിടെ പോയി? മിസ്റ്റർ രാജീവൻ? യെസ്. എന്താ കോബ്രദർ ഇവിടെ? കാക്കിയിട്ട് ഒരു കള്ളനെ കൈയോടെ പിടികൂടാൻ വന്നതായിരുന്നു. എന്നിട്ട് പിടികിട്ടിയോ? കൈവിട്ടു പോയി. താമസിയാണ്ട് പിടിച്ചോളാം. കഷ്ടമായി പോയി. എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. ഓഹോ, ഇനി ആ കള്ളനെ കണ്ടാൽ കോബ്രദർ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം. എന്തിനാ? അവന് മുങ്ങാനാണോ? അല്ല, പിടിക്കാൻ സഹായിക്കാം. വേണ്ട, അവനെ ഈ ഒറ്റയ്ക്ക് തളച്ചോളാം. തളച്ചേ അടങ്ങൂ. അതെ, വരട്ടെ കോ ബ്രദർ. ഇതാണ് വഴി, അത് മാവ്. അണ്ണാനെ മരങ്ങേറ്റം പഠിപ്പിക്കണ്ട. സോറി, എന്ത്? കോ ബ്രദർ അണ്ണാനാണെന്ന് അറിഞ്ഞില്ല. താമസിക്കണ്ടെന്ന് അറിയിപ്പിക്കാം. ഇത് വെറും ഒരു ഊമക്കത്തെ കാണരുത്. നിങ്ങളുടെ ഭർത്താവിന്റെ യഥാർത്ഥ രൂപം നേരിൽ കാണണമെങ്കിൽ നാളെ ഒരു ദിവസം അവധിയെടുത്ത് മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് ഒളിഞ്ഞു നിൽക്കുക എന്ന് നിങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷി. എന്താ ഇത്രമാത്രം ചിരിക്കാൻ? നമ്മുടെ നീതുമോളുടെ ഓരോ തമാശകളെ അവള് ചോദിക്കുക, ഭർത്താവുള്ള ഒരു സ്ത്രീയെ ഭർത്തുമതി എന്ന് വിളിക്കും, അപ്പോൾ ഭാര്യയുള്ള ഒരു പുരുഷനെ എന്ത് വിളിക്കും? നീ പറ, എന്ത് വിളിക്കും? എനിക്കറിയില്ല. അയ്യടാ, അവളുടെ ഉത്തരം എന്താണെന്ന് അറിയാവോ? ഭർത്താവുള്ള ഒരു സ്ത്രീയെ ഭർത്തുമതി എന്നാണെങ്കിൽ ഭാര്യയുള്ള ഒരു പുരുഷനെ ഭാര്യമതി എന്ന് വിളിക്കണമെന്ന്. ശരിയാ, ചിലപ്പോ ഭാര്യ മതിയാക്കേണ്ടി വരും. നീ എന്താ അങ്ങനെ പറഞ്ഞു? ഒന്നുമില്ല, കിടന്നുറങ്ങാൻ നോക്ക്. രാവിലെ ഡ്യൂട്ടിക്ക് പോണ്ടതല്ലേ. കുടം നിറഞ്ഞെടുത്ത് മാറ്റിക്കോളാം മോനെ, മാറ്റിക്കോ. ഇനി ആ ബക്കറ്റ് ഇങ്ങോട്ട് നീക്കി. ഈ ബക്കറ്റ് നിങ്ങളുടെ അല്ലേ?
അല്ല, പിന്നെ എന്റെ അല്ല. ഈ ബക്കറ്റിന് അവകാശമില്ലേ? ഈ ബക്കറ്റിന് അവകാശമില്ലെന്ന്. ഉണ്ട്. എന്നാ പിന്നെ എന്നെ തകർന്നെന്നാ തോന്നുന്നു. ദൈവമേ. അയ്യോ, ഇവൻ ഈ പെട്ടി എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു? തരേണ്ട. ദാ ഇവിടെയുണ്ട്. ഇരുട്ടി പ്ലീസ്, എന്നെ അങ്ങനെ നോക്കരുത്. വേണ്ട. You scoundrel. You cheat. നിഷേധിക്കുന്നില്ല, നീ പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും എനിക്ക് ചെയ്യും. പക്ഷേ ഒന്ന് മാത്രം പറഞ്ഞില്ല, bastard. വേണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞേ പറ്റൂ. ഇവരിൽ ഒരുവനായിരുന്നു ഈ ഞാനും. ആശുപത്രിയിൽ ഉപേക്ഷിച്ചിട്ട് പോയ ചോരക്കുഞ്ഞ്. അവകാശികളില്ലാതായപ്പോൾ ഇവിടെ എത്തി. ആരുടെയൊക്കെയോ കാരുണ്യം കൊണ്ട് ഈ നിലയിൽ. ചീപ്പ് കോംപ്ലക്സോ എന്തോ, ആരുമില്ലാത്ത എനിക്ക് എല്ലാവരുമുള്ള ഗീതുവിനെ നേടാൻ ഒരു വാശി തോന്നി. പട്ടിണി പാവത്തിന് ഭക്ഷണത്തോടുള്ള ആർത്തി, പിച്ചക്കാരന് ലക്ഷത്തിനോടുള്ള മോഹം. അതുപോലെ ഈ ജാരസന്തതിക്ക് തറവാട്ടിലെ പെണ്ണിനെ കണ്ടപ്പോൾ ഒരു കൊതി തോന്നി. മുത്തച്ഛനും അച്ഛനും അമ്മയും അനുജത്തിമാരും ഒക്കെയുള്ള തന്നെ സ്വന്തമാക്കാൻ ഒരു മോഹം. ഓഫീസർ പട്ടവും കോവിലകത്ത് ജന്മവുമെല്ലാം ഗീതുവിനെ നേടാൻ പറഞ്ഞ കള്ളങ്ങളായിരുന്നു. അല്ല, എന്താ ധരിച്ചത്? കോട്ടും സൂട്ടും ടൈയും കണ്ട് ഞാൻ ഭ്രമിച്ചു പോയെന്നോ? ബോംബെയിൽ കാണാത്ത ഫാഷൻ ഒന്നും അല്ലല്ലോ ഇതൊന്നും. ഡാഡിയും മമ്മിയും നാട്ടില് സെറ്റിൽ ആവണമെന്ന് പറഞ്ഞപ്പോ മനസ്സിലൊരു മോഹം ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിലെ നിഷ്കളങ്കനായ ഒരു ഭർത്താവ്. ആശിച്ചത് തന്നെ കിട്ടിയെന്ന് ഞാൻ വെറുതെ അഹങ്കരിച്ചു. മക്കളുടെ കണ്ണൊന്ന് നിറഞ്ഞ മനസ്സല്ലയും. അതാണ് എന്റെ ഡാഡിയും മമ്മയും. എന്തിനാ പാവങ്ങളെ കൂടെ? ക്ഷമിക്കണം, പറ്റിപ്പോയി. മതി. ഒന്നെനിക്കറിയണം, ഈ കാക്കി കൊടുത്ത് ടാങ്കർ ലോറിയുമായി തറവാട്ടിലേക്ക് വരാനുള്ള ധൈര്യം ഉണ്ടോ എന്റെ ഭർത്താവിന്? അങ്ങനെ പെട്ടെന്ന് വന്നാൽ എങ്കിൽ അതിനുള്ള തന്റെ കൂടെ ഉണ്ടാവുമ്പോ ഇനി അങ്ങോട്ട് വന്നാ മതി. കുടിവെള്ള ലോറിയും ഡോക്ടറുടെ കാറും അകത്തെന്തോ സംഭവിച്ചിട്ടുണ്ട്. ആരെ കൊന്നു? കിളവൻ തട്ടിപ്പോയോന്നൊരു സംശയം. ഓൾഡ് മാൻ. അയ്യോ, എന്താണ് സംഭവിച്ചത്? ഫീസ് അടിച്ചു പോയോ? ഞാനെല്ലാം തുറന്നു പറഞ്ഞു. പറഞ്ഞു. എന്നിട്ട് കേട്ടപ്പോ ബോധം കിട്ടുക. അപ്പൊ എന്റെ 50,000 പോയി. പ്രഷർ അല്പം കൂടുതലാണ്. ഒരു സ്ലൈറ്റ് മെന്റൽ ഷോക്ക്. പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. പേടിക്കാനൊന്നുമില്ല. മീറ്റർ അടിച്ച് കണ്ണു തുറന്ന്. എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചേ. കുടിവെള്ളം പോലും പാക്കറ്റ് കിട്ടുന്ന കാലായത്. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഈ കുടിവെള്ളം ഒന്ന് കൂടെ കൂടെ പറയരുത്. എന്തേ? ഒന്നുമില്ല, ഒരു വല്ലായ്മ. എന്തിനാ വല്ലായ്മ? കുടിവെള്ളവും പ്രാണവായു, ഇത് രണ്ടും ഇല്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന ജോലിക്കാരൻ എന്റെ ഭർത്താവ് എന്നതിൽ എനിക്ക് അഭിമാനമുള്ളൂ. സത്യം. ഹായ് ഡ്രൈവർ. ഏ? വരുന്നോ? ഒരു ലിഫ്റ്റ് തരാം. എനിക്ക് സ്വന്തമായിട്ടൊരു 2 വീലർ ഉണ്ടേ. താങ്ക്സ്. പാൽക്കാരൻ പൊയ്ക്കൊള്ളൂ. 4 വീലറിൽ യാത്ര ചെയ്തേ എനിക്ക് ശീലമുള്ളൂ. എന്ത് ചെയ്യാനാ, ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ലല്ലോ. എന്താ മോളെ? എന്താ എന്താ പ്രശ്നം? ജയദേവന്റെ പേരിൽ വഞ്ചന കുറ്റത്തിന് ഒരു കേസ്. ചീറ്റിംഗ് കേസോ?
അതെ, ഒരു പാർട്ടി കൊടുത്ത 5 ലക്ഷം രൂപയുടെ ചെക്ക് ബൗൺസ് ആയി. അറസ്റ്റ് വാറന്റ് ഉണ്ട്. ജയദേവൻ തൽക്കാലം ഒളിവിലാണുള്ളത്. 5 ലക്ഷവും കോമ്പൻസേഷനും പെട്ടെന്ന് കൊടുത്താൽ കേസ് കോംപ്രമൈസ് ചെയ്യാം. ഇത്രയും രൂപ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാനാ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എത്രയും വേഗം കേസ് കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ സംഗതി വഷളാവും. ഞാനിപ്പോ എന്താ ചെയ്യാ? ഇത്രയും പണം പെട്ടെന്നുണ്ടാവണമെങ്കിൽ തറവാട് പണയപ്പെടുത്തിയേ നിവർത്തിയുള്ളൂ. എന്താ പറഞ്ഞത്? തറവാട് പണയപ്പെടുത്താനോ? എന്താ പണയത്തിനെടുക്കില്ലേ? അലങ്കാരത്തിന് വെച്ച ആനക്കുമ്പ് പോലെ ഇനി തറവാടിത്തം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അമ്പാട്ടുകാരനെ രക്ഷിക്കണമെങ്കിൽ തറവാട് പണയപ്പെടുത്തിയേ പറ്റുള്ളൂ. വേണ്ട, തറവാട് പണയപ്പെടുത്തണ്ട. അത് പാവമാണ്. കടം മേടിച്ചായാലും എരന്നായാലും നമുക്കയാളെ രക്ഷിക്കണം. ഇത്രയും കാശ് നിങ്ങൾ എവിടെ നിന്നുണ്ടാക്കാനാ മക്കളെ? എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. തികയാത്തതിന് ഇവരുടെ കയ്യിലും കഴുത്തിലും എത്രയെന്ന് വെച്ചാ അതുകൂടി വെക്കാം. അത് ഞാൻ നിങ്ങൾക്ക് അച്ഛാ, അവരുടെ സ്വർണത്തിന്റെ അളവും തൂക്കവും ഞങ്ങൾ നോക്കിയിട്ടില്ല. അവരുടെ മനസ്സ് സ്നേഹവും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പേടിക്കണ്ട, എത്ര കഷ്ടപ്പെട്ടായാലും ഞങ്ങൾ രക്ഷിക്കും. അയാളോടുള്ള സഹതാപം കൊണ്ടൊന്നുമല്ല. മക്കളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന അച്ഛൻ വേദനിക്കില്ല ഒരിക്കലും. മതി മക്കളെ, ധാരാളായി. ഈ അച്ഛന് സന്തോഷായി. കണ്ടില്ലേ, നമ്മുടെ മക്കളെ കണ്ടില്ലേ? ആൺമക്കൾ ഇല്ലാതിരുന്നതിന്റെ ദുഃഖമായിരുന്നല്ലോ നിനക്ക്. കിട്ടിയില്ലേ? കേട്ടില്ലേ അച്ഛ? തറവാടല്ല, മനസ്സാണ് വലുത്. കണ്ടില്ലേ, നമ്മുടെ മക്കള് പറഞ്ഞത് കേട്ടില്ലേ? തൃപ്തിയായി മക്കളെ, ഈ അച്ഛന് തൃപ്തിയായി.